ഹായ് സ്റ്റുഡൻസ്, സ്റ്റഡി വിത്ത് Z സ്ക്വയറിലേക്ക് സ്വാഗതം. BE-GAE 182 ഇംഗ്ലീഷ് കമ്മ്യൂണിക്കേഷൻ സ്കിൽസ് എന്ന ഈ ഒരു സബ്ജക്റ്റിൽ ബ്ലോക്ക് 2-ൽ യൂണിറ്റ് 3 ഗ്രൂപ്പ് ഡിസ്കഷൻസ് ആൻഡ് മീറ്റിംഗ്സ്. ഓക്കെ, അപ്പോൾ ഈ ഒരു ചാപ്റ്ററാണ് ഇനി നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. അപ്പോൾ ഇതുവരെയുള്ള ചാപ്റ്റേഴ്സൊക്കെ കാണാത്ത സ്റ്റുഡൻസ് ആണെങ്കിൽ ജസ്റ്റ് അതൊക്കെ ഒന്ന് പോയി കണ്ടു നോക്കുക കേട്ടോ. അറ്റ്ലീസ്റ്റ് ബ്ലോക്ക് 2-ലുള്ള ലെസൺസിൻ്റെ കണ്ടിന്യൂവേഷൻ തന്നെയാണ് ഈ ഒരു ചാപ്റ്ററൊക്കെ വരുന്നത്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, ജസ്റ്റ് ബ്ലോക്ക് 2-ൽ ഉള്ള 2 ലെസൺസ് എങ്കിലും ഒന്ന് ജസ്റ്റ് പോയി വാച്ച് ചെയ്യുക കേട്ടോ. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ ചാപ്റ്ററിലേക്ക് കടക്കാം. ഗ്രൂപ്പ് ഡിസ്കഷൻസ് ആൻഡ് മീറ്റിംഗ്സ്. ഈ ചാപ്റ്റർ കുറച്ച് ലോങ് ആയിട്ടുള്ള ചാപ്റ്ററാണ്. അതിൻ്റെ സ്ട്രക്ചർ ജസ്റ്റ് നോക്കൂ, അപ്പോൾ തന്നെ നമുക്ക് മനസ്സിലാകും കുറച്ച് കാര്യങ്ങളൊക്കെ ഈ ഒരു ചാപ്റ്ററിൽ നമുക്ക് പഠിക്കാനുണ്ട്. ഒബ്ജക്റ്റീവ്സ്, ഇൻട്രൊഡക്ഷൻ പോട്ടെ. ദെൻ ഗ്രൂപ്പ് ഡിസ്കഷൻസിൽ ഒരുപാട് ടോപ്പിക്സ് ഉണ്ട്. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ഗ്രൂപ്പ് ഡിസ്കഷൻ അല്ലെങ്കിൽ ഇൻ്റർവ്യൂസ്, അതുപോലെ തന്നെ ഗ്രൂപ്പ് ഡിസ്കഷൻ ഇൻ ജനറൽ. ഇവർ തമ്മിലുള്ള ഫങ്ഷണൽ ഡിഫറൻസ് എന്താണെന്ന്. ഓക്കെ, ഇനി എന്തെല്ലാം അത്യാവശ്യ കാര്യങ്ങളാണ് ഒരു ഗ്രൂപ്പ് ഡിസ്കഷൻ നടത്തുമ്പോൾ വേണ്ടതെന്ന് അറിയണം. എസെൻഷ്യൽസ് ഓഫ് ഈ ഗ്രൂപ്പ് ഡിസ്കഷൻ. അതുപോലെ തന്നെ വാട്ട് ടു സേ ആൻഡ് ഹൗ ടു സേ ഇറ്റ്. എങ്ങനെയാണ് ഒരു ഗ്രൂപ്പ് ഡിസ്കഷനിൽ സംസാരിക്കേണ്ടത്, എങ്ങനെയാണ് പറയേണ്ടത്, അല്ലെങ്കിൽ എന്താണ് പറയേണ്ടത്. ദെൻ ഗ്രൂപ്പ് കമ്മ്യൂണിക്കേഷൻ സ്കിൽസ്, അതേപോലെ തന്നെ മീറ്റിംഗ്സ്, എന്നൊക്കെ ഒരുപാട് സബ് ഹെഡിങ്സ് ഉണ്ട്. നമുക്ക് ഇത്രയും ടോപ്പിക് ഇന്ന് ഡിസ്കസ് ചെയ്ത് നോക്കാം. ഓക്കെ, ഇനി ഇൻട്രൊഡക്ഷനിൽ ഗ്രൂപ്പ് ഡിസ്കഷൻ. ഓക്കെ, വി ആർ chatting with our friends on various topics, or we are communicating with them about various topics, okay, such as prospects of a course, or about a film, or about a book. Okay, as a human we love to talk and express our ideas on issues of our interest. ഏതൊരു നമുക്ക് ഇൻട്രസ്റ്റ് ഉള്ള ഒരു ഇഷ്യൂവിനെ പറ്റിയാണെങ്കിൽ നമ്മൾ നമ്മുടെ ഫ്രണ്ട്സിനോടായാലും ഫാമിലി റിലേറ്റീവ്സിനോടൊക്കെ ആയാലും നമ്മൾ എന്ത് ചെയ്യും, കമ്മ്യൂണിക്കേറ്റ് ചെയ്യും, ചാറ്റ് ചെയ്യും. ഓക്കെ, അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പ് ഡിസ്കഷൻ തന്നെ നമ്മൾ നടത്തും അല്ലേ, അതാണ് പറയുന്നത് കേട്ടോ. ആസ് എ ഹ്യൂമൻ വി ലവ് ടു ടോക്ക് ആൻഡ് എക്സ്പ്രസ് അവർ ഐഡിയാസ് ഓൺ ഇഷ്യൂസ് ഓഫ് അവർ ഇൻട്രസ്റ്റ്. In such a situation, some statements we agree with that statement, or we disagree with that statement, or otherwise we want to discuss more about that statement, or we want to explain more, or we want to give a definite explanation to that statement. Okay, ഒരു ഗ്രൂപ്പ് ഡിസ്കഷനിൽ ചിലപ്പോൾ നമുക്ക് എന്ത് ചെയ്യേണ്ടി വരും, ആ പറയുന്ന ഒരു സ്റ്റേറ്റ്മെൻറ്റിനോട് അഗ്രി ചെയ്യേണ്ടി വരും, അല്ലെങ്കിൽ നമ്മൾ അഗ്രി ചെയ്യും, അല്ലെങ്കിൽ ഡിസഗ്രി ചെയ്യും, അല്ലെങ്കിൽ നമ്മൾ അതിനേക്കാൾ കൂടുതൽ എന്ത് ചെയ്യും, എക്സ്പ്ലനേഷൻ നൽകും, അല്ലെങ്കിൽ എന്ത് ചെയ്യും, നമ്മൾ അതിനെപ്പറ്റി കൂടുതൽ എൻക്വയറി ചെയ്യും. നിങ്ങൾ പറഞ്ഞത് ശരിയാണോ എന്ന രീതിയിൽ നമ്മൾ എൻക്വയറി ചെയ്യും. ഓക്കെ, ഇങ്ങനെയൊക്കെയാണ് ഒരു ഗ്രൂപ്പ് ഡിസ്കഷനിൽ ഉണ്ടാകുന്നത്. വെൻ യു ഇൻട്രാക്ട് വിത്ത് മെനി പീപ്പിൾ ഓൺ ടോപ്പിക്, എ ലോട്ട് ഓഫ് ഐഡിയാസ് വി ഗെറ്റ്. Okay, and when we interact with many people, we got more and more ideas get generated. If it will done in a systematic way, these ideas prove beneficial in many ways, such as solving problems or creating new avenues. നമ്മൾ ഒരുപാട് ആളുകളോട് ഒരു ടോപ്പിക്കിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യുമ്പോൾ നമുക്ക് ഒരുപാട് ഐഡിയാസ് നമുക്ക് ഷെയർ ചെയ്യാനും കഴിയും. അതുപോലെ തന്നെ ഒരുപാട് പുതിയ ഐഡിയാസ് നമുക്ക് ലഭിക്കുകയും ചെയ്യും. ഇനി അതുപോലെ തന്നെ നമ്മൾ ഒരുപാട് ഗ്രൂപ്പായിട്ട് ഡിസ്കസ് ചെയ്യുമ്പോൾ ഒരുപാട് പ്രോബ്ലംസ് ഒക്കെ സോൾവ് ചെയ്യും. അതുപോലെ നമുക്ക് മനസ്സിലാവാത്ത ഒരുപാട് കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാനും സാധിക്കുന്നതാണ്. ഇനി ഇതുപോലെ ഒരു കാര്യത്തെക്കുറിച്ച് ഒരുപാട് ആളുകൾ കൂടിയിരുന്ന് ചാറ്റ് ചെയ്യുക, അല്ലെങ്കിൽ സംസാരിക്കുക, അല്ലെങ്കിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതിനാണ് ഗ്രൂപ്പ് ഡിസ്കഷൻ എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണമെന്നറിയോ, എന്താണ് ഗ്രൂപ്പ് ഡിസ്കഷൻ, എങ്ങനെയാണ് ഇതൊന്നും ഡയറക്റ്റ് ക്വസ്റ്റ്യൻ അല്ലല്ലോ. പക്ഷേ നമുക്ക് ഒരു കാര്യത്തിനെക്കുറിച്ച് എഴുതാൻ വരികയാണെങ്കിൽ അപ്പോൾ നമുക്ക് മനസ്സിലാക്കിയിരിക്കേണ്ട കാര്യങ്ങളാണ് ഒരു ഗ്രൂപ്പ് ഡിസ്കഷൻ എന്ന് പറയുന്നത്. ഒരുപാട് ആളുകൾ കൂടിയിരുന്ന് സംസാരിക്കുന്നത്, ആ ഒരു സംസാരിക്കുന്നതിനെയാണ് ഗ്രൂപ്പ് ഡിസ്കഷൻ എന്ന് പറയുന്നത്. എ ഗ്രൂപ്പ് ഡിസ്കഷൻ ഈസ് എ മീൻസ് ഓഫ് ഇൻട്രാക്ഷൻ വിത്ത് എ ടീം ഓർ ബിറ്റ്വീൻ വേരിയസ് ടീംസ് ഇൻ എ ഓർഗനൈസേഷൻ. ഓക്കെ, അതാണ് നമ്മുടെ ഗ്രൂപ്പ് ഡിസ്കഷൻ എന്ന് പറയുന്നത്. ഒരു ഗ്രൂപ്പ് ഡിസ്കഷനിൽ എല്ലാവരും തുല്യരാണ്, എല്ലാവർക്കും അവരുടേതായ ഐഡിയാസ് പറയാം. ഓക്കെ, അവിടെ ബോസ് സർ ആ ഒരു കാറ്റഗറി ഇല്ല. പക്ഷേ നമ്മുടെ ബോസിൻ്റെ അടുത്താണ് സംസാരിക്കുന്നത് എന്നുണ്ടെങ്കിൽ നമ്മൾ നമ്മുടെ സംസാരത്തിൽ ആ ഒരു പൊളൈറ്റ്നെസ് നമ്മൾ കാണിക്കണം. അല്ലാതെ ഈക്വലാണ് എല്ലാവരും. ആ ഒരു ഗ്രൂപ്പിൽ ഉള്ളവർ, ഗ്രൂപ്പ് ഡിസ്കഷനിൽ പങ്കെടുക്കുന്നവർ തുല്യരാണ്.
അതുപോലെ തന്നെ എന്താണ് നമുക്കൊരു ഒരു ഗ്രൂപ്പ് ഡിസ്കഷനിൽ ഒരു ടോപ്പിക്ക് തന്നാൽ ആ ഒരു സ്റ്റേറ്റ്മെൻറ്റ് അല്ലെങ്കിൽ ആ ടോപ്പിക്കിൽ പറയുന്ന അതിനെക്കുറിച്ച് പറയുന്ന കാര്യങ്ങളോട് അഗ്രി ചെയ്യാം, ഡിസഗ്രി ചെയ്യാം, അല്ലെങ്കിൽ നമുക്ക് ആ ഒരു പോയിൻറ്റിനെ അല്ലെങ്കിൽ ആ ഒരു ടോപ്പിക്കിനെ കുറിച്ച് എന്ത് ചെയ്യാം, കൂടുതൽ എക്സ്പ്ലനേഷൻ മറ്റുള്ളവർക്ക് മനസ്സിലാവാൻ വേണ്ടി കൂടുതൽ എക്സ്പ്ലനേഷൻ നൽകാം, നമ്മുടെ ഐഡിയാസ് ഷെയർ ചെയ്യാം. അതുപോലെ തന്നെ മറ്റുള്ളവരുടെ ഐഡിയാസൊക്കെ നമുക്ക് എന്താണ് മനസ്സിലാക്കാനും സാധിക്കും. ഇതാണ് ഗ്രൂപ്പ് ഡിസ്കഷൻ എന്ന് പറയുന്നത്. ഇനി നമ്മുടെ ബുക്ക് ടെക്സ്റ്റിൽ ഒരുപാട് എക്സാമ്പിൾസ് പറയുന്നുണ്ട്. It often determines managerial successes. It is common procedure in competitive exams and job interviews and is a standard component towards the end of an interview which the shortlisted candidates have to take. അപ്പം നമുക്കറിയാമല്ലേ, കോമ്പറ്റേറ്റീവ് എക്സാംസിലൊക്കെ എന്താണ് ലാസ്റ്റ് സ്റ്റേജിൽ എന്താണ് ഇൻ്റർവ്യൂ ഉണ്ടാവും അല്ലേ, മുഖാമുഖമുള്ളൊരു ഇൻ്റർവ്യൂ ഒക്കെ ഉണ്ടാകും. അത് മിക്കവാറും എങ്ങനെയാണ് ഒരു ഗ്രൂപ്പ് ഓഫ് പീപ്പിൾസാണ് ഇൻ്റർവ്യൂ ചെയ്യുക. അപ്പോൾ അവർ ഇൻ്റർവ്യൂ ചെയ്യുന്നവർ അല്ലെങ്കിൽ എക്സാമിനേഴ്സ് ഒരു കാൻഡിഡേറ്റിന് എന്തെല്ലാം ഗുണമാണ് അവർ ശ്രദ്ധിക്കുക, അവർ എന്താണ് അവരുടെ ടീമിൽ വർക്ക് ചെയ്യാനുള്ള ആ ഒരു കാൻഡിഡേറ്റിൻ്റെ കേപ്പബിലിറ്റി ആയിട്ട് അവർ കണക്കാക്കുന്നത് വെച്ചാൽ, അല്ലെങ്കിൽ അവരെന്താണ് ആ ഒരു ഗ്രൂപ്പ് ഓഫ് ഡിസ്കഷൻ കൊണ്ട് ആ ഒരു ഇൻ്റർവ്യൂവർ നോക്കുന്നത് വെച്ചാൽ നോളജ് ആൻഡ് അവയർനെസ് അബൌട്ട് എ ടോപ്പിക്. അവരൊരു ടോപ്പിക് തരുമല്ലോ, അപ്പോൾ അതിനെ പറ്റിയുള്ള അറിവ്, നോളജ് ആൻഡ് അവയർനെസ് അബൌട്ട് എ ടോപ്പിക്, ക്രിയേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ്. അപ്പോൾ ആ ഒരു ടോപ്പിക്കിൽ ഉണ്ടാകുന്ന ആ ഒരു കാൻഡിഡേറ്റിൻ്റെ ക്രിയേറ്റീവ് ഐഡിയാസ്, ഓക്കെ, ക്രിയേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ്, അബിലിറ്റി ടു വർക്ക് ആസ് എ മെമ്പർ ഓഫ് എ ടീം. ഒരു ടീമിലെ മെമ്പറായിട്ട് വർക്ക് ചെയ്യുമ്പോൾ അദ്ദേഹത്തിൻ്റെ ആ ഒരു എബിലിറ്റി എങ്ങനെയാണ്, ആ ഒരു ടീമിൽ മെമ്പറായി വർക്ക് ചെയ്യുമ്പോൾ അദ്ദേഹം കൈക്കൊള്ളുന്ന കാര്യങ്ങൾ, ഓക്കെ. അതുപോലെ തന്നെ അദ്ദേഹം ഒരു ഒപ്പീനിയൻ ലീഡറായി മാറുമ്പോൾ അദ്ദേഹത്തിൻ്റെ കഴിവുകൾ, ഒരു ടീമിനെ നയിക്കുന്ന ആ നായക സ്ഥാനത്ത് നിൽക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ കഴിവുകൾ എന്തൊക്കെയാണ്. അതുപോലെ തന്നെ കോൺഫറൻസ് സ്കില്ലും. ഇവയൊക്കെയാണ് ഒരു എക്സാമിനർ അല്ലെങ്കിൽ ഒരു ഇൻ്റർവ്യൂവർ ഒരു കാൻഡിഡേറ്റിനെ നിന്ന് പ്രതീക്ഷിക്കുന്നത്. അല്ലെങ്കിൽ അവരെ ആ ഒരു ഗ്രൂപ്പ് ഡിസ്കഷനിൽ അദ്ദേഹം പങ്കെടുക്കുമ്പോൾ, ഒരു കാൻഡിഡേറ്റ് പങ്കെടുക്കുമ്പോൾ ഒരു എക്സാമിനർ അല്ലെങ്കിൽ ഒരു ഇൻ്റർവ്യൂവർ നിരീക്ഷിക്കുന്ന കാര്യങ്ങൾ ഈ പറയുന്ന 5 കാര്യങ്ങളാണ്. ഇനി ഒരു ഗ്രൂപ്പ് ഡിസ്കഷനിൽ എന്തെല്ലാം കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്, അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പ് ഡിസ്കഷൻ സക്സസ്ഫുൾ ആകണമെങ്കിൽ എന്തൊക്കെ വേണം? ഗുഡ് ലിസണിങ് സ്കില്ല് വേണം. അതുപോലെ തന്നെ അപ്രോച്ച് ടു കോൺട്രിബ്യൂട്ട് ഐഡിയാസ്, എൻഷുർ എ പോസിറ്റീവ് ഇൻ്റർ ഡിപ്പെൻഡൻസ്. അപ്പം നിങ്ങൾക്ക് മനസ്സിലായല്ലോ എങ്ങനെയാണ് ഒരു ഗ്രൂപ്പ് ഡിസ്കഷൻ സക്സസ്ഫുൾ ആവണം. നല്ല ലിസണിങ് സ്കില്ല് വേണം, നമ്മുടെ ഐഡിയാസ് നമുക്ക് ഷെയർ ചെയ്യാനും കഴിയണം. അതുപോലെ തന്നെ മറ്റുള്ളവരുടെ ഐഡിയാസിൽ എന്താണെന്ന് ഉൾക്കൊള്ളാനും കഴിയണം, ഓക്കെ. As a result, a group discussion is a very useful technique to fulfill many purposes. അപ്പം നമുക്ക് ഒരു ഗ്രൂപ്പ് ഡിസ്കഷൻ നടത്തിയാൽ ഒരുപാട് ടെക്നിക്ക് അല്ലെങ്കിൽ ഒരുപാട് പർപ്പസസ് ഫുൾഫിൽ ചെയ്യാൻ കഴിയും ഈ ഒരു ഗ്രൂപ്പ് ഡിസ്കഷൻ കാരണത്താൽ. എന്തിനൊക്കെയാണ് പൊതുവെ ആയിട്ട് ഗ്രൂപ്പ് ഡിസ്കഷൻ യൂസ് ചെയ്യുന്നത്? ഇറ്റ് ഈസ് യൂസ്ഡ് ടു ജനറേറ്റ് ഐഡിയാസ്, ഓക്കെ. ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ജനറേറ്റ് ഐഡിയാസിന് വേണ്ടിയിട്ട് നമുക്ക് ഗ്രൂപ്പ് ഡിസ്കഷൻ നടത്താം. പിന്നെ സമ്മറൈസ് ചെയ്യാൻ, അല്ലെങ്കിലോ ലെവൽ ഓഫ് സ്കിൽ ആൻഡ് അണ്ടർസ്റ്റാൻഡിങ്, അല്ലെങ്കിലോ എക്സാമിൻ ഐഡിയാസ് പ്രസൻറ്റഡ് ഏർലിയർ, കുറച്ച് മുന്നേ നടത്തിയിട്ടുള്ള പ്രസൻറ്റ് ചെയ്തിട്ടുള്ള ഐഡിയാസ് എക്സാമിൻ ചെയ്യാനും നമുക്ക് ഗ്രൂപ്പ് ഡിസ്കഷൻ ഹെൽപ്ഫുള്ളാണ്. അല്ലെങ്കിൽ റിവ്യൂ എ സിറ്റുവേഷൻ, അല്ലെങ്കിൽ പ്രോസസ് ലേണിംഗ് ഔട്ട്കംസ് ഓഫ് എ സെഷൻ, അല്ലെങ്കിൽ കമ്പയർ ആൻഡ് കോൺട്രാസ്റ്റ് തിയറീസ്, ഇഷ്യൂസ് ആൻഡ് ഇൻ്റർപ്രിറ്റേഷൻസ്, ബ്രെയിൻ സ്റ്റോം അപ്ലിക്കേഷൻ ഓഫ് തിയറി ടു ലൈഫ്, ഓക്കെ. ഇത്രയും കാര്യങ്ങൾക്കൊക്കെ എന്താണ് ഗ്രൂപ്പ് ഡിസ്കഷൻസ് ഹെൽപ്ഫുള്ളാണ്. ഇനി നെക്സ്റ്റ് ടോപ്പിക് എന്ന് പറയുന്നത് ഗ്രൂപ്പ് ഡിസ്കഷൻ അറ്റ് ഇൻ്റർവ്യൂസ് ആൻഡ് ഗ്രൂപ്പ് ഡിസ്കഷൻ ഇൻ ജനറൽ, ഓക്കെ. അതിൻ്റെ ഫങ്ഷണൽ ഡിഫറൻസ്. ഇനി ഗ്രൂപ്പ് ഡിസ്കഷൻ അറ്റ് ഇൻ്റർവ്യൂസ് ആൻഡ് ഗ്രൂപ്പ് ഡിസ്കഷൻ ഇൻ ജനറൽ, ദേ ഹാവ് സിമിലർ സ്ട്രക്ചർ ബട്ട് ദേ ഹാവ് സം ഫങ്ഷണൽ ഡിഫറൻസ്, ഓക്കെ. ജനറൽ ഗ്രൂപ്പ് ഡിസ്കഷനും ഇൻ്റർവ്യൂസിലുള്ള ഗ്രൂപ്പ് ഡിസ്കഷനും സിമിലർ സ്ട്രക്ചറാണ്, ബട്ട് ദേ ഹാവ് ഫങ്ഷണൽ ഡിഫറൻസ് ഉണ്ട്, ഓക്കെ. ഈ ഒരു ജനറൽ വരുന്നത് എന്താ വെച്ചാൽ ഒരു ക്ലാസ് റൂമിലൊക്കെ നടക്കുന്ന ഒരു ഗ്രൂപ്പ് ഡിസ്കഷൻ, അല്ലെങ്കിൽ ഒരു ഓർഗനൈസേഷനിലൊക്കെ നടക്കുന്ന ഒരു ഗ്രൂപ്പ് ഡിസ്കഷൻ, ഇവയിലൊക്കെ നടത്തുന്ന ഈ ഒരു ഗ്രൂപ്പ് ഡിസ്കഷൻ്റെ ഔട്ട്കം എന്താണ്, അല്ലെങ്കിൽ എന്താണ് ജനറേറ്റ് ചെയ്യുന്നത്? ഇറ്റ് ജനറേറ്റ് തിങ്കിങ്, അല്ലെങ്കിൽ എൻഹാൻസ് ഗ്രൂപ്പ് കമ്മ്യൂണിക്കേഷൻ സ്കില്ല്, അല്ലെങ്കിൽ ഫെസിലിറ്റേറ്റ് എ സക്സസ്ഫുൾ എക്സ്ചേഞ്ച് ഓഫ് ഐഡിയാസ് ആൻഡ് ഡിറൈവ് എ കൺക്ലൂഷൻ, ഓക്കെ. അപ്പോൾ അതിൽ അവസാനം എന്താണ് കൺക്ലൂഡ് ചെയ്യും, ആ ഒരു ഗ്രൂപ്പ് ഡിസ്കഷൻ എന്ത് ചെയ്യും, കൺക്ലൂഡ് ചെയ്യും. പിന്നെ പറയുന്നത് ഇറ്റ് മെ നോട്ട് ബി വെരി ഫോമൽ. ഇതെന്താണ് ഒരു ഫോമൽ ആയിട്ടുള്ള കാര്യങ്ങൾ അല്ല. കാരണം എന്താണ്, ഈ ഒരു ഗ്രൂപ്പ് ഡിസ്കഷനിൽ പങ്കെടുക്കുന്നവരൊക്കെ എന്താണ് നമുക്ക് കുറേയൊക്കെ ഫെമിലിയർ ആയിട്ടുള്ളവരായിരിക്കും. ഒരു കാരണം എന്താണ്, അത് ക്ലാസ് റൂമിൽ അല്ലെങ്കിൽ ഒരു ഓർഗനൈസേഷനിലൊക്കെ ഉള്ള ആളുകളെന്ന് പറയും തമ്മിൽ പരിചയമുള്ളവരായിരിക്കും, ഓക്കെ. അതുകൊണ്ട് എന്താണ് അത് അത്രത്തോളം ഫോമലായിട്ടുള്ളൊരു ഗ്രൂപ്പ് ഡിസ്കഷൻ ആയിരിക്കില്ല.
ഇനി സെക്കൻഡ് പാരഗ്രാഫിൽ പറയുന്നത് എന്താ വെച്ചാൽ നമ്മളൊരു കോമ്പറ്റേറ്റീവ് എക്സാമൊക്കെ കഴിഞ്ഞിട്ട് ജോബ് ഇൻ്റർവ്യൂവിനൊക്കെ പോവുകയാണെങ്കിൽ അവിടെയും ഒരു ഗ്രൂപ്പ് ഡിസ്കഷൻ ഉണ്ടാവും. ഓക്കെ, എക്സാമ്പിൾസ് ആയിട്ട് ടെക്സ്റ്റിൽ തന്നിട്ടുള്ളത് സിവിൽ സർവീസ് എക്സാമിന്, MBA അഡ്മിഷൻ പ്രോസസ്സ്, ആംഡ് ഫോഴ്സസ് ആൻഡ് പ്രൈവറ്റ് സെക്ടർ എക്സാമിനേഷൻ, ഇവയൊക്കെ പോകുമ്പോൾ എന്താണ് ആ ഒരു കാൻഡിഡേറ്റിൻ്റെ സ്യൂട്ടബിലിറ്റി അറിയാൻ വേണ്ടിയിട്ട് അവിടെ ഒരു ഗ്രൂപ്പ് ഡിസ്കഷൻ നടക്കും. ഓക്കെ, ഇനി ഗ്രൂപ്പ് ഡിസ്കഷൻ ഇൻ ജോബ് ഇൻ്റർവ്യൂസ് ആൻഡ് ഗ്രൂപ്പ് ഡിസ്കഷൻ ഇൻ എക്സാമിനേഷൻ വിൽ ബി റെഫർ ടുഗദർ ആസ് ഗ്രൂപ്പ് ഡിസ്കഷൻ ഇൻ ഇൻ്റർവ്യൂസ്. അപ്പോൾ അത് ശ്രദ്ധിക്കുക കേട്ടോ. ഗ്രൂപ്പ് ഡിസ്കഷൻ എക്സാമിനേഷൻ്റെ ടൈമിലുണ്ടാകുന്ന ആ ഒരു ടൈമിലുണ്ടാകുന്ന ഗ്രൂപ്പ് ഡിസ്കഷനും ജോബ് ഇൻ്റർവ്യൂസിനുണ്ടാകുന്ന ആ ഒരു ഗ്രൂപ്പ് ഡിസ്കഷനെയൊക്കെ കോമൺലി പറയുന്നത് എന്താണ്? ഗ്രൂപ്പ് ഡിസ്കഷൻ ഇൻ ഇൻ്റർവ്യൂസ് ആണ്. ഓക്കെ, ഇനി ഇവർ തമ്മിലുള്ള ഡിഫറൻസ്, ഫങ്ഷണൽ ഡിഫറൻസ് എന്താണ് താഴെ എന്താണ് 2 കോളമൊക്കെ ആയിട്ട് തന്നിട്ടുണ്ട്. നമുക്ക് ജസ്റ്റ് അതൊന്ന് നോക്കാം. ഗ്രൂപ്പ് ഡിസ്കഷൻ ഇൻ ആൻ ഓർഗനൈസേഷൻ ഓർ ക്ലാസ് റൂം, പിന്നെ ഗ്രൂപ്പ് ഡിസ്കഷൻ ഇൻ്റർവ്യൂസ്. അപ്പോൾ നമുക്ക് ഓരോന്ന് നോക്കാം അല്ലേ. ഫസ്റ്റ് പോയിന്റ് പറയുന്നത് എന്താ വെച്ചാൽ ഗ്രൂപ്പ് ഡിസ്കഷൻ ഇൻ ഓർഗനൈസേഷൻ അല്ലെങ്കിൽ ഒരു ക്ലാസ് റൂമിലാണ്. ദ മെയിൻ പർപ്പസ് ഈസ് ടു ജനറേറ്റ് തിങ്കിങ് ഓൺ എ പെർട്ടിക്കുലർ ടോപ്പിക്. അപ്പോൾ ഒരു ക്ലാസ് റൂമിലാണെങ്കിൽ നമുക്കൊരു പെർട്ടിക്കുലർ ടോപ്പിക്ക് തന്നിട്ടുണ്ടെങ്കിൽ അതിനെപ്പറ്റി പറയാനായിരിക്കും, അതിനെപ്പറ്റി നമുക്ക് നമ്മുടെ കാര്യങ്ങൾ തമ്മിൽ സംസാരിക്കാനൊക്കെ ആയിരിക്കും പൊതുവേ ഗ്രൂപ്പ് ഡിസ്കഷൻ വെക്കുക. പക്ഷേ ഗ്രൂപ്പ് ഡിസ്കഷൻ ഈ ഇൻ്റർവ്യൂസിൽ എങ്ങനെയാണ്? ദ മെയിൻ പർപ്പസ് ഈസ് ടു സീ ഹൂ കമ്മ്യൂണിക്കേറ്റ്സ് വെൽ ഇൻ എ ഗ്രൂപ്പ്. നമ്മുടെ ക്ലാസ് റൂമിലാണെങ്കിൽ അങ്ങനെ ഒരു കാര്യമില്ല, നമ്മൾ എന്താണോ തിങ്ക് ചെയ്യുന്നത്, നമ്മൾ ഐഡിയാസാണ് അവിടെ എക്സ്പ്രസ് ചെയ്യുന്നത്. പക്ഷേ ഇൻ്റർവ്യൂസിൽ എന്താണ്? ആ ഒരു ഗ്രൂപ്പിൽ ആരാണ് നന്നായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക, അതാണ് ഗ്രൂപ്പ് ഡിസ്കഷൻ ഇൻ ഇൻ്റർവ്യൂസ്. അതാണ് ഫസ്റ്റ് പോയിന്റ്. അപ്പോൾ അതെന്താണ് ഓർക്കുക? ഫസ്റ്റത്തേൽ എന്താണ്? ക്ലാസ് റൂമിലാണ്. നമ്മൾ അങ്ങനെ ചിന്തിക്കുക, നമ്മൾ ഗ്രൂപ്പ് ഡിസ്കഷൻ ഇൻ ഓർഗനൈസേഷൻ അല്ലെങ്കിൽ ഒരു ക്ലാസ് റൂമാണ്, ജസ്റ്റ് നമ്മൾ ക്ലാസ് റൂമാണ് ചിന്തിക്കുക. അവിടെ നമുക്കൊരു ടോപ്പിക്ക് തന്നത് നമ്മുടെ ഐഡിയാസാണ് അവിടെ എക്സ്പ്രസ് ചെയ്യുന്നത്, ജനറേറ്റ് തിങ്കിങ് ഓൺ എ പെർട്ടിക്കുലർ ടോപ്പിക്ക്. പക്ഷേ ഇൻ്റർവ്യൂവിൽ അതല്ല. ഇൻ്റർവ്യൂവിൽ എങ്ങനെയാണ്? ഒരു കൂട്ടം ആളുകൾ ഇരിക്കുകയാണ്, ആർക്കാണ് നന്നായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ കഴിയുന്നത് അവരെയാണ് സെലക്ട് ചെയ്യുക അല്ലേ. അപ്പോൾ ഫസ്റ്റ് പോയിന്റ് അതാണ്. സെക്കൻഡ് പോയിന്റ് പറയുന്നത് ദ റോൾ ഓഫ് എൻ ഒബ്സർവർ മേ ബി മെയിൻറ്റെയിൻഡ് ബൈ എ മെമ്പർ വിത്തിൻ ദ ഗ്രൂപ്പ്. ഇൻ എ ക്ലാസ് ഡിസ്കഷൻ ദ ഇൻസ്ട്രക്ടർ ആൾസോ ഒബ്സർവ്സ് ഗ്രൂപ്പ് ഇൻട്രാക്ഷൻസ് ആൻഡ് ഗിവ്സ് ഫീഡ്ബാക്ക്. അതൊക്കെ നമ്മുടെ ക്ലാസ് റൂമിൽ അങ്ങനെയൊക്കെ തന്നെയാണ് അല്ലേ. ഗ്രൂപ്പ് ഡിസ്കഷൻ നടക്കുമ്പോൾ എങ്ങനെയാണ്? ആ ഗ്രൂപ്പിലുള്ള ഒരാൾ തന്നെ അതിൻ്റെ ഒബ്സർവറായിട്ട് വർക്ക് ചെയ്യും. ആ ഒരു ഗ്രൂപ്പ് ഡിസ്കഷനിൽ അതിൻ്റെ ഒബ്സർവറായി ആ ഒരു ഗ്രൂപ്പിൽ നിന്നുള്ള ആൾ തന്നെ ആയിരിക്കും. ഇപ്പോൾ എക്സാമ്പിളായിട്ട് നമ്മുടെ ക്ലാസ് റൂമിൽ നടക്കുന്ന ഒരു ഡിസ്കഷൻ ആണെങ്കിൽ എന്താണ്? ഒരു ഇൻസ്ട്രക്ടർ ഉണ്ടാവും അല്ലേ. ആ ഇൻസ്ട്രക്ടർ എന്തൊക്കെ ഒബ്സർവ് ചെയ്യും? ആ ഒരു ഗ്രൂപ്പ് ഇൻട്രാക്ഷൻസ് ഒക്കെ ഒബ്സർവ് ചെയ്യും. അതുപോലെ തന്നെ അതിൻ്റെ ഫീഡ്ബാക്കും അദ്ദേഹം നൽകും. അങ്ങനെയാണല്ലോ നമ്മുടെ ക്ലാസ്സുകളിലൊക്കെ ഒരു ഗ്രൂപ്പ് ഡിസ്കഷൻ വെക്കുകയാണെങ്കിൽ അത് മെയിൻറ്റെയിൻ ചെയ്യുന്ന ഒരു ഒബ്സർവർ എന്തായാലും നമ്മുടെ ഇടയിലുണ്ടാകും. അദ്ദേഹം അതിൻ്റെ ഫീഡ്ബാക്കും എങ്ങനെയാണ് ഇൻട്രാക്ട് ചെയ്യുന്നതിൽ അല്ലെങ്കിൽ നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ഒന്ന് ഒബ്സർവ് ചെയ്ത് അതിൻ്റെയൊക്കെ ഒരു ഫീഡ്ബാക്കൊക്കെ അദ്ദേഹം പറയും അല്ലേ. ഓക്കെ, പക്ഷേ ഗ്രൂപ്പ് ഡിസ്കഷൻ ഇൻ ഇൻ്റർവ്യൂസിലാണെങ്കിലോ ദ ഇൻ്റർവ്യൂവേഴ്സ് മെയിൻറ്റെയിൻ ദ റോൾ ഓഫ് ദി ഒബ്സർവേഴ്സ്. ഓക്കെ, there may not be any feedback given to the candidates except the interview result. എന്താ പറയുന്നത് മനസ്സിലായോ? ഇവിടെ എന്താണ്? ഇൻ്റർവ്യൂവേഴ്സ് തന്നെയാണ് ഒബ്സർവറായിട്ട് നിൽക്കുക. അവരാണല്ലോ നമ്മളെ ഇൻ്റർവ്യൂ ചെയ്യുന്നത്. അപ്പോൾ അവർ ഒബ്സർവേഴ്സായിട്ട് നിൽക്കുക ചെയ്യുക. അതുപോലെ തന്നെ അവിടെ ഫീഡ്ബാക്കോ അല്ലെങ്കിൽ വല്ല കൺക്ലൂഷനൊന്നും ഉണ്ടാവില്ല. എന്താണ് ഉണ്ടാവുക? അവിടെ ഇൻ്റർവ്യൂ റിസൾട്ടാണ്. ആ ഒരു കാൻഡിഡേറ്റിനെ ആക്സെപ്റ്റ് ചെയ്തോ ഇല്ലയോ എന്നുള്ള ആ റിസൾട്ട് മാത്രമേ അവിടെ ഉണ്ടാവുകയുള്ളൂ. ഓക്കെ, അതാണ് രണ്ടാമത്തെ ഡിഫറൻസ്, ഫങ്ഷണൽ ഡിഫറൻസ് വരുന്നത്. ഇനി തേർഡ് വൺ എന്താണ്? ദ റോൾസ് ഓഫ് എ ടീം ക്യാപ്റ്റൻ, എ റെക്കോർഡർ, എൻ എൻകറേജർ ഓർ എ റിഫ്ലക്ടർ ആർ ഡിസൈഡഡ് ഇൻ അഡ്വാൻസ് ഐദർ ബൈ ദ ഗ്രൂപ്പ് മെമ്പേഴ്സ് ഓർ ബൈ ദ ഇൻസ്ട്രക്ടർ. അപ്പോൾ എന്താണ്? നമ്മുടെ ഗ്രൂപ്പ് ഡിസ്കഷൻ ഇൻ ഓർഗനൈസേഷൻ ആണെങ്കിൽ അല്ലെങ്കിൽ ഒരു ക്ലാസ് റൂമിലാണെങ്കിൽ എന്താണ് നമ്മുടെ ആ ഒരു എങ്ങനെ പറയാ, ആ ഒരു ക്യാപ്റ്റൻ, ടീം ക്യാപ്റ്റൻ അല്ലെങ്കിൽ ആ റെക്കോർഡറെ അല്ലെങ്കിൽ ആ ഒരു ഗ്രൂപ്പ് ഡിസ്കഷൻ മെയിൻറ്റെയിൻ ചെയ്യുന്ന ആ ഒരു വ്യക്തിയെ നമ്മൾ ആദ്യമേ എന്ത് ചെയ്യും? ഫിക്സ് ചെയ്യും ഇല്ലേ. നമ്മുടെ ഗ്രൂപ്പ് മെമ്പേഴ്സ് അല്ലെങ്കിൽ ഇൻസ്ട്രക്ടർ എന്ത് ചെയ്യും? ആദ്യമേ ആ ഒരു ഗ്രൂപ്പ് ഡിസ്കഷൻ എന്താണ് മെയിൻറ്റെയിൻ ചെയ്യുന്ന ഒരു വ്യക്തിയെ അല്ലെങ്കിൽ ആ ക്യാപ്റ്റനെ അല്ലെങ്കിൽ റെക്കോർഡറെ അല്ലെങ്കിൽ എൻകറേജറെ അല്ലെങ്കിൽ റിഫ്ലക്ടറെ എന്ത് ചെയ്യും? നമ്മൾ ആദ്യമേ അങ്ങ് ഡിസൈഡ് ചെയ്യും, അഡ്വാൻസ് ആയിട്ട് തന്നെ ഡിസൈഡ് ചെയ്യും എന്നതാണ് നമ്മുടെ ഓർഗനൈസേഷൻ ഗ്രൂപ്പ് ഡിസ്കഷൻ ഇൻ ഓർഗനൈസേഷനിലെ മൂന്നാമത്തെ പോയിന്റ്.
ഇനി നാലാമത്തെ അല്ല. അപ്പോൾ ഇൻ്റർവ്യൂസിൽ എന്താണ് നടക്കുന്നത് നോക്കാം. ദ റോൾസ് ആർ നോട്ട് ഡിഫൈൻഡ് ബിഫോർ ദ ഡിസ്കഷൻ. ദേ കെയിം അപ്പ് അക്കോർഡിംഗ് ടു ദ കാൻഡിഡേറ്റ്സ് കാപ്പബിലിറ്റീസ്. നമ്മൾ ഇൻ്റർവ്യൂസിൽ അങ്ങനത്തെ യാതൊരു കാര്യങ്ങളൊന്നുമില്ല. അങ്ങനെ ഓരോരുത്തർക്ക് ഇന്ന റോള് അങ്ങനെ ആ ഒരു ഇതൊന്നുമില്ല. എന്താണ്, ദ റോൾസ് ആർ നോട്ട് ഡിഫൈൻഡ് ബിഫോർ ദ ഡിസ്കഷൻ. ഡിസ്കഷന് മുമ്പ് തന്നെ അവരുടെ റോളൊന്നും എന്ത് ചെയ്യില്ല, ഡിഫൈൻ ചെയ്യില്ല. കാൻഡിഡേറ്റ്സിൻ്റെ കാപ്പബിലിറ്റിക്ക് അനുസരിച്ചായിരിക്കും ബാക്കിയുള്ള കാര്യങ്ങൾ. ഓക്കെ, ഇനി ഫോർത്ത് പോയിന്റ് എന്താണ്, the topics depend upon the organization's interests related to the group's work and responsibilities or the instructor's requirements in a classroom. അപ്പോൾ നമ്മൾ ക്ലാസ് റൂമിലൊക്കെ ഒരു ഡിസ്കഷൻ നടത്തുകയാണെങ്കിൽ നമ്മൾ പൊതുവായിട്ടുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ആയിരിക്കും അല്ലേ നമ്മുടെ ക്ലാസ്സിന് വേണ്ടത്. ക്ലാസ്സിൻ്റെ പുരോഗതിക്ക് അല്ലെങ്കിൽ ഇനി ഒരു ഓർഗനൈസേഷനിലാണെങ്കിൽ ആ ഒരു ഓർഗനൈസേഷനെ റിലേറ്റ് ചെയ്തിട്ടുള്ള ടോപ്പിക്കുകളായിരിക്കും മിക്കവാറും ഒരു ഗ്രൂപ്പ് ഡിസ്കഷന് നൽകുക അല്ലേ. പക്ഷേ ഇൻ്റർവ്യൂവിലാണെങ്കിലോ the topics are chosen in such a way that everyone is expected to be aware of it. For example, a topic related to current affairs. പക്ഷേ ഇൻ്റർവ്യൂസിൽ എന്താണ്, ഈ പൊതു കാര്യങ്ങൾ എല്ലാവർക്കും അറിയുന്ന പൊതു കാര്യങ്ങളായിരിക്കും ടോപ്പിക്കായിട്ട് എടുക്കുക. ആ ഒരു ഇടുങ്ങിയ ആ ഒരു കാര്യത്തിൻ്റെ ഉള്ളിൽ ഒതുങ്ങിയ ഒരു ടോപ്പിക്കായിരിക്കില്ല. എന്താ പറയുക, അത് ഒരു എക്സാമ്പിൾ നോക്കൂ. ടോപ്പിക് റിലേറ്റഡ് ടു കറണ്ട് അഫെയർസിനൊക്കെ കുറിച്ചിട്ടുള്ള അങ്ങനത്തെ പൊതുവായിട്ടുള്ള പബ്ലിക്കായിട്ടുള്ള പൊതുവായിട്ടുള്ള ഒരു ടോപ്പിക്കായിരിക്കും ഇൻ്റർവ്യൂസിനൊക്കെ എടുക്കുക. ഇനി ഫിഫ്ത്ത് പോയിന്റ് എന്ന് പറയുന്നത് എന്താണ്, ദ മെമ്പേഴ്സ് നോ ഈച്ച് അതർ ഫെയർലി വെൽ. സോ ദർ ഇസ് നോ ഇൻട്രൊഡക്ഷൻസ് റിക്വയർഡ് അറ്റ് ദ ബിഗിനിങ്. ബൈ റെഫറിങ് ടു എ പേഴ്സൺ who had made a relevant point, the discussion encourages further interactions in the group. അപ്പോൾ എന്താ വെച്ചാൽ നമ്മളിപ്പോൾ ക്ലാസ് റൂമിലാണ് ഡിസ്കഷൻ നടത്തുന്നത് വെച്ചാൽ നമുക്ക് എല്ലാവരെയും അറിയാം, തമ്മിൽ അറിയാം. അതുകൊണ്ട് നമ്മൾ ഒരു കാര്യം നമ്മൾ മുന്നോട്ട് വയ്ക്കുമ്പോൾ ആ ഒരു ഗ്രൂപ്പ് ഡിസ്കഷനിൽ നമ്മളൊരു കാര്യം പറയുമ്പോൾ ഞാൻ ഇന്ന ആളാണ് അല്ലെങ്കിൽ എൻ്റെ ഐഡൻറ്റിറ്റി ഇന്നതാണെന്ന് പറയേണ്ട ആവശ്യമില്ല. കാരണം എന്താണ്, തമ്മിൽ അറിയുന്ന ആൾക്കാരാണ്. അല്ലെങ്കിൽ ആ ഒരു ഓർഗനൈസേഷനിലാണെങ്കിലും എന്താണ്, അവർ തമ്മിൽ അറിയുന്നവരാണ്. അതുകൊണ്ട് എന്താണ്, അവർക്ക് അങ്ങനെ ഒരു അവർ സ്വന്തമായി ഒന്ന് ഡിഫൈൻ ചെയ്യേണ്ട അല്ലെങ്കിൽ സെൽഫ് ഇൻട്രൊഡക്ഷൻ അവിടെ ആവശ്യമില്ല. എങ്ങനെ, ഗ്രൂപ്പ് ഡിസ്കഷൻ ഇൻ ഓർഗനൈസേഷൻ അല്ലെങ്കിൽ ഒരു ക്ലാസ് റൂമിലാണെങ്കിൽ എന്താണ്, സെൽഫ് ഇൻട്രൊഡക്ഷൻ വേണ്ട. പക്ഷേ ഗ്രൂപ്പ് ഡിസ്കഷൻ ഇൻ ഇൻ്റർവ്യൂസിൽ അതാണ് അവസ്ഥ. അവിടെയുള്ള വന്നിരിക്കുന്ന കാൻഡിഡേറ്റിന് ഈ ഇൻ്റർവ്യൂ ചെയ്യുന്ന ബോർഡിന് അറിയില്ല. അപ്പോൾ എന്താണ്, അവരെന്ത് ചെയ്യണം, സെൽഫ് ഇൻട്രൊഡ്യൂസ് ചെയ്യണം. ഒരു പോയിന്റ് പറയുന്നതിന് മുന്നേ അല്ലെങ്കിൽ അവർ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതിന് മുന്നേ തന്നെ എന്ത് ചെയ്യണം, സെൽഫ് ഇൻട്രൊഡക്ഷൻ കൊടുക്കണം. അതാണ് അവിടെ പറയുന്നത്. യൂഷ്വലി ദ മെമ്പേഴ്സ് ഇൻട്രൊഡ്യൂസ് ദംസെൽസ് വെൻ ദേ സ്പീക്ക്. ഓക്കെ, mentioning the name of a member while referring to her or him might help the interviewers determine your listening skill. അപ്പോൾ എന്താണ്, നമ്മുടെ പേര് പറയുമ്പോൾ മാത്രമേ അവർക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, നമ്മൾ ആരാണ് എന്താണെന്നൊക്കെ അറിയാൻ പറ്റുള്ളൂ. അപ്പോൾ ഇതൊക്കെയാണ് ഗ്രൂപ്പ് ഡിസ്കഷൻസ് ഇൻ എൻ ഓർഗനൈസേഷൻ അല്ലെങ്കിൽ ഒരു ക്ലാസ് റൂം അല്ലെങ്കിൽ ഗ്രൂപ്പ് ഡിസ്കഷൻ ഇൻ്റർവ്യൂസും തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഈ പോയിന്റ്സ് ഒക്കെ ഒന്ന് ജസ്റ്റ് ഓർത്ത് വെക്കട്ടോ. അഥവാ 5 മാർക്സിന് ക്വസ്റ്റ്യനൊക്കെ ആയിട്ട് ചോദിക്കാൻ ചാൻസ് ഉള്ളതാണ്. അപ്പോൾ നിങ്ങൾ അതൊക്കെ ഒന്ന് ഓർത്ത് വെക്കാട്ടോ. നെക്സ്റ്റ് ടോപ്പിക്ക് എസെൻഷ്യൽസ് ഓഫ് എ ഗ്രൂപ്പ് ഡിസ്കഷനാണ്. ഇതിൽ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷനിൽ ഇപ്പോഴത്തെ ഒരു കാലത്ത് ഈ ഒരു ഗ്രൂപ്പ് ഡിസ്കഷൻ്റെ ആവശ്യ ഘടകങ്ങൾ അതുപോലെ തന്നെ സമീപകാലത്തൊക്കെ ആയിട്ട് എന്താണ്, നമ്മൾ റിക്രൂട്ട്മെൻറ്റിനായിട്ടും അപേക്ഷകരെ പരീക്ഷിക്കുന്നതിനായിട്ടൊക്കെ ഈ ഒരു ഗ്രൂപ്പ് ഡിസ്കഷൻ വെക്കാറുണ്ട്. അപ്പോൾ അത് നല്ലൊരു ഉപകരണമായിട്ടാണ് ഇപ്പോഴത്തെ കാലത്ത് ഈ ഒരു ഗ്രൂപ്പ് ഡിസ്കഷൻ വെക്കുന്നത്. കാരണം എന്താണെന്ന് വെച്ചാൽ, അപ്പോൾ ഈ ഒറ്റയടിക്ക് തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആ ഒരു കാൻഡിഡേറ്റിൻ്റെ രീതിയും പെരുമാറ്റ കഴിവുകളെയൊക്കെ നമുക്ക് എന്താണ് മനസ്സിലാക്കാൻ പറ്റും. അതുപോലെ തന്നെ നമ്മൾ ആദ്യം പറഞ്ഞല്ലോ കുറച്ച് ഡെഫിനിഷൻസ് ഗ്രൂപ്പ് ഡിസ്കഷൻസിൻ്റെ ഓൺ ഇൻ്റർവ്യൂസിൽ. അപ്പോൾ അതൊക്കെ നമുക്ക് എന്താണ് ഒറ്റയടിക്ക് തന്നെ മനസ്സിലാക്കാൻ പറ്റും. അതുപോലെ തന്നെ ആ ഒരു കാൻഡിഡേറ്റിൻ്റെ ജനറ്റിക് കഴിവുകളെയൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, വിശകലനം ചെയ്യാൻ പറ്റും. അതുകൊണ്ട് തന്നെ ഈ ഒരു സാങ്കേതിക വിദ്യ എന്താണെന്നും അതുപോലെ തന്നെ അതെങ്ങനെയാണ് പ്രവർത്തിക്കുന്നതെന്നൊക്കെ നമുക്ക് അറിയേണ്ടതുണ്ട്. അതെങ്ങനെയാണ്, അതിലെങ്ങനെയാണ് പങ്കെടുക്കേണ്ടത്, അതിലിനി പങ്കെടുത്താൽ തന്നെ അതെങ്ങനെയാണ് വിജയകരമായി പ്രകടനത്തിന് അനിവാര്യമായത് എന്നൊക്കെ നമുക്ക് അറിയേണ്ടതുണ്ട്. There are certain conditions that must be met for a group discussion to be successful. Some of these conditions are dictated by the nature of the task, but there are some general points you must remember in order to be successful participant. ഒരു
ഗ്രൂപ്പ് ഡിസ്കഷന് വിജയകരമാക്കുന്നതിന് നമുക്ക് ചില നിബന്ധനകളൊക്കെ പാലിക്കേണ്ടതുണ്ട്. ഇതിൽ ചില നിബന്ധനകളിൽ ഈ ഒരു ഗ്രൂപ്പ് ഡിസ്കഷന് ചുമതലയേറ്റ ഇതുണ്ടാവുമല്ലോ, അല്ലെങ്കിൽ ആ ഒരു ചുമതലയുടെ സ്വഭാവം അനുസരിച്ചായിരിക്കും ആ നിബന്ധനകളൊക്കെ നിർണ്ണയിക്കപ്പെടുന്നത്. എന്നാലും നല്ലൊരു ആക്റ്റീവായിട്ടുള്ളൊരു പാർട്ടിസിപ്പൻ്റ് ആവാൻ, അല്ലെങ്കിൽ ഒരു വിജയകരമായൊരു പങ്കാളിയാകാൻ നമുക്ക് ചില കാര്യങ്ങളൊക്കെ, ചില പോയിന്റുകളൊക്കെ ഓർമ്മിക്കേണ്ടതുണ്ട്. അതാണ് താഴെ തന്നിട്ടുള്ളത്. ഓക്കെ, അതിൽ ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ദർ ഈസ് ഓൺലി വൺ ടോപ്പിക് ഫോർ ഡിസ്കഷൻ. ചർച്ചയ്ക്ക് അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പ് ഡിസ്കഷൻ ഒരു വിഷയം മാത്രമേ എടുക്കാൻ പാടുള്ളൂ. ഇനി സെക്കൻഡ് വൺ ഓൾ ദ മെമ്പേഴ്സ് മസ്റ്റ് എക്സ്പ്രസ് ദെയർ വ്യൂസ് ഓൺലി ഓൺ ദിസ് ടോപ്പിക് അണ്ടർ ഡിസ്കഷൻ. ഈ ഒരു ഗ്രൂപ്പ് ഡിസ്കഷനിലുള്ള എല്ലാ മെമ്പേഴ്സും ഈ ചർച്ച ചെയ്യുന്ന ഈ ഒരു വിഷയത്തിൽ മാത്രമായിരിക്കും. അപ്പോൾ നമ്മൾ ആദ്യം തന്നിട്ടുള്ള ആ ഒരു വിഷയം ഉണ്ടല്ലോ, ഒറ്റ ഒരു വിഷയം മാത്രമേ നമുക്ക് എടുക്കാൻ പാടുള്ളൂ. ആ ഒരു വിഷയത്തിൽ മാത്രമേ നമുക്ക് നമ്മുടെ അഭിപ്രായങ്ങളും പറയാൻ പാടുള്ളൂ. ഓക്കെ, പ്രകടിപ്പിക്കാൻ പാടുള്ളൂ. മനസ്സിലാവുന്നുണ്ടോ? നെക്സ്റ്റ് വണ് മെമ്പേഴ്സ് മസ്റ്റ് ടേക്ക് ടൂൺസ് ടു ടോക്ക്. ദേ മസ്റ്റ് ലിസൺ ടു വൺ അനദർ, ടോക്ക് ടു വൺ അനദർ ആൻഡ് റെസ്പോണ്ട് ടു വൺ അനദർ. അപ്പോൾ ഇതിലുള്ള മെമ്പേഴ്സ് എന്ത് ചെയ്യണം? തമ്മിൽ സംസാരിക്കുക വേണം. അതുപോലെ തന്നെ അവർ പരസ്പരം ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ പരസ്പരം പ്രതികരിക്കുകയൊക്കെ വേണം. ഇനി നെക്സ്റ്റ് വൺ, ദേ മസ്റ്റ് പുട്ട് ഫോർവേഡ് മോർ ദൻ വൺ പോയിൻ്റ് ഓഫ് വ്യൂ ഓൺ ദി ടോപ്പിക്. ഈ ഒരു വിഷയത്തിൽ തന്നെ ഒന്നിൽ കൂടുതൽ കാഴ്ചപ്പാടുകൾ അവരെന്ത് ചെയ്യണം? മുന്നോട്ട് വയ്ക്കണം. ഓക്കെ, members of the group must also follow certain rules for the success of the group discussion. അപ്പോൾ നമ്മുടെ ഈ ഒരു ഗ്രൂപ്പ് ഡിസ്കഷന് അതിൻ്റെ ഒരു വിജയത്തിനായിട്ട് ഗ്രൂപ്പിലെ എല്ലാ മെമ്പേഴ്സും ഈ ഒരു നിയമങ്ങളൊക്കെ പാലിക്കണം. ഇനി ഇതിൽ കുറച്ച് നിയമങ്ങൾ അടിയിൽ തരുന്നുണ്ടെന്ന് നോക്കൂ. ഇക്വാളിറ്റി, ഫ്രീഡം ടു എക്സ്പ്രസ് ആൻഡ് റെസ്പെക്ട് ഫോർ പാർട്ടിസിപ്പേറ്റിംഗ് മെമ്പേഴ്സ്. എന്താണെന്ന് വെച്ചാൽ ഇക്വാളിറ്റി, എല്ലാവരുടെ ഇടയിലും ഇക്വാളിറ്റി നിലനിർത്തണം. അതുപോലെ തന്നെ നമ്മുടെ അഭിപ്രായങ്ങൾ പ്രകടിപ്പിക്കാനുള്ള സ്വാതന്ത്ര്യം എല്ലാവർക്കും കൊടുക്കണം. അതുപോലെ തന്നെ പങ്കെടുക്കുന്ന എല്ലാ മെമ്പേഴ്സിനോടും നമ്മൾ റെസ്പെക്റ്റ് ചെയ്യണം. ഓക്കെ, ഇനി ഡെഫിനിഷൻ കൊടുത്തത് എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ ഓരോ ഗ്രൂപ്പിനും ഓരോ അംഗത്തിനും സ്വന്തമായ അഭിപ്രായങ്ങൾ ഉണ്ടാകും. അപ്പോൾ അവരുടെ അഭിപ്രായങ്ങളൊക്കെ അവർക്ക് ഷെയർ ചെയ്യാം. അതുപോലെ തന്നെ എല്ലാവരെയും തുല്യരായിട്ട് തന്നെ കണക്കാക്കും. അതുപോലെ ഇനിയിപ്പോൾ ഈ പങ്കെടുക്കുന്ന മെമ്പേഴ്സിന് ഫിയർ, അതുപോലെ തന്നെ ആൻസൈറ്റി, പ്രഷർ, റിഡിക്യൂൾ ഓർ എംബ്രാസ്മെൻറ്റ്. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ അപ്പോൾ ഈ പങ്കെടുക്കുന്ന മെമ്പേഴ്സിന് ഭയം ഉണ്ടാവും, ഉത്കണ്ഠ ഉണ്ടാവും, സമ്മർദ്ദം ഉണ്ടാവും, അതുപോലെ തന്നെ പരിഹാസം തോന്നും, അതുപോലെ തന്നെ നാണക്കേടൊക്കെ തോന്നും. അതൊന്നും ഇല്ലാതെ തന്നെ അഭിപ്രായങ്ങൾ പറയാനുള്ളൊരു സ്വാതന്ത്ര്യം ഈ ഒരു ഗ്രൂപ്പ് ഡിസ്കഷനിൽ നൽകണം. ഓക്കെ, ആ ഒരു ഗ്രൂപ്പ് ഡിസ്കഷനിൽ മെമ്പേഴ്സ് പാലിക്കേണ്ട നിയമങ്ങളാണ് ഈ പറയുന്നത് കേട്ടോ. നെക്സ്റ്റ് വണ് റീസണബിൾനെസ്, അതുപോലെ തന്നെ ഓർഡർലിനെസ് ആൻഡ് ട്രൂത്ത്ഫുൾനെസ്. അപ്പോൾ ഈ ഒരു ഗ്രൂപ്പ് ഡിസ്കഷനിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന മെമ്പേഴ്സ് എല്ലാം എന്തായിരിക്കണം? ഓപ്പൺ മൈൻഡ് ആയിരിക്കണം. അവരെന്ത് ചെയ്ത് പ്രീ ഡോമിനേറ്റഡ് ഒപ്പീനിയൻസ് ഒന്നും അവർക്കുണ്ടാകാൻ പാടില്ല. ഓക്കെ, അതുപോലെ തന്നെ പിടിവാശി, അല്ലെങ്കിൽ മുൻകൂട്ടി നിശ്ചയിച്ചിട്ടുള്ള ഒരു അഭിപ്രായങ്ങൾ, ഇതൊന്നും അവർക്ക് പാടില്ല. ഓക്കെ, അതുപോലെ തന്നെ എല്ലാവരും ശ്രദ്ധിക്കാനും ആ ഒരു വിഷയത്തിൽ മറ്റുള്ളവരുടെ വീക്ഷണങ്ങൾ, മറ്റുള്ളവരുടെ കാഴ്ചപ്പാടൊക്കെ ഉൾക്കൊള്ളാനൊക്കെ ഇവർക്ക് കഴിയണം. അതിൽ ഓരോ മെമ്പേഴ്സും തയ്യാറായിരിക്കണം. അല്ലാതെ ഞാൻ പറയുന്നതാണ് കറക്റ്റ്, അല്ല എൻ്റെ ഒരു കാഴ്ചപ്പാട് മാത്രമാണ് ശരി എന്ന് ആ ഒരു രൂപത്തിൽ ഒരിക്കലും ഒരു ഗ്രൂപ്പ് ഡിസ്കഷനിൽ പങ്കെടുക്കാൻ പാടില്ല. ഓക്കെ, പിന്നെ പറയുന്നത് ദ പാർട്ടിസിപ്പൻസ് മസ്റ്റ് ഒബ്സർവ് ഓർഡർ ആൻഡ് ടേക്ക് ടൂൺസ് ടു ടോക്ക്, മസ്റ്റ് ലിസൺ ടു അതേഴ്സ് ആൻഡ് നോട്ട് ഷൗട്ട് ഡൗൺ ഒപ്പീനിയൻസ് ദേ ഡു നോട്ട് ലൈക്ക്. അപ്പം ചിലപ്പോൾ ഒരു ഗ്രൂപ്പ് ഡിസ്കഷൻ നടക്കുമ്പോൾ നമുക്ക് ഇഷ്ടപ്പെടാത്ത അഭിപ്രായങ്ങൾ വരാം. ആ ഒരു ടൈമിലൊന്നും നമ്മളൊരിക്കലും ഷൗട്ട് ചെയ്യാൻ പാടില്ല, നമ്മൾ ഒച്ചത്തിൽ സംസാരിക്കാൻ പാടില്ല. അതുപോലെ തന്നെ മറ്റുള്ളവരുടെ കാഴ്ചപ്പാടുകളെ നമ്മൾ നന്നായിട്ട് നിരീക്ഷിക്കണം. എന്താണ് അവർ പറയുന്നത് എന്നൊക്കെ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ നന്നായിട്ട് നിരീക്ഷിക്കണം. ഓക്കെ, ദ പാർട്ടിസിപ്പൻസ് മസ്റ്റ് സ്പീക്ക് വാട്ട് ദേ ബിലീവ് ടു ബി ട്രൂ. ദേ മസ്റ്റ് നോട്ട് റിമെയിൻ സൈലൻറ്റ്, ബി റെഡിക്സൻ ഓർ വേഗ് ഇൻ ദെയർ വ്യൂസ്. എന്താണെന്ന് വെച്ചാൽ
നമ്മുടെ കാഴ്ചപ്പാട്, അപ്പം മറ്റുള്ളവരുടെ കാഴ്ചപ്പാടുകൾ നമുക്ക് ശരിയാവണമെന്നില്ല. പക്ഷെ അവരുടെ കാഴ്ചപ്പാടുകൾ നമുക്ക് തെറ്റാണെന്ന് കരുതി അവരുടെ അടുത്ത് നമുക്ക് ഷൗട്ട് ചെയ്യാനും പാടില്ല. അതൊരു ഗ്രൂപ്പ് ഡിസ്കഷന് നിയമത്തെ ബാധിക്കുന്നതാണ്. അതൊക്കെയാണെങ്കിൽ പോലും നമുക്ക് നമ്മുടെ കാഴ്ചപ്പാടിൽ ഉറച്ചു തന്നെ നിൽക്കാം, നമ്മുടേതായ രീതിക്ക് നമുക്ക് നിൽക്കാം. ഓക്കെ, അതൊക്കെയാണ്. ഒന്നും കൂടി പറയുകയാണെങ്കിൽ മറ്റുള്ളവരെ നമ്മൾ ശ്രദ്ധിക്കരുത്. മറ്റുള്ളവരെ നമ്മൾ ശ്രദ്ധിക്കുകയോ അല്ലെങ്കിൽ അവരിഷ്ടപ്പെടാത്ത അഭിപ്രായങ്ങൾ നമ്മൾ പറയുകയോ ചെയ്യരുത്. പക്ഷെ നമ്മുടെ കാഴ്ചപ്പാടുകളിൽ എന്താണോ ശരി എന്നുള്ളത് നമ്മൾ അപ്പോൾ ആ ഒരു ടൈമിൽ നമ്മൾ നിശബ്ദമായിരിക്കും ചെയ്യരുത്. നമ്മുടെ കാഴ്ചപ്പാട് നമുക്ക് ഷെയർ ചെയ്യുകയും ചെയ്യാം. അതുപോലെ തന്നെ നമുക്ക് സത്യമെന്ന് വിശ്വസിക്കുന്ന കാര്യങ്ങൾ നമുക്ക് സംസാരിക്കാം. അതുപോലെ മറ്റുള്ളവരുടെ സ്വാതന്ത്ര്യത്തിൽ നമുക്ക് ഇടപെടാതിരിക്കാം. ഇതൊക്കെയാണ് കാര്യങ്ങൾ. ഇനി നെക്സ്റ്റ് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, എനിത്തിങ് ദാറ്റ് വയലേറ്റ്സ് ദ സ്പിരിറ്റ് ഓഫ് ഫ്രീ ആൻഡ് ഓപ്പൺ ഡിസ്കഷൻ ഓർ ജോയിൻറ്റ് എൻക്വയറി ബ്രീച്ചസ് ദ സ്പിരിറ്റ് ഓഫ് ഗ്രൂപ്പ് ഡിസ്കഷൻ ആൻഡ് വൺ മസ്റ്റ് ഗോഡ് അഗെയിൻസ്റ്റ് ദീസ്. സം എക്സാമ്പിൾസ് ഓഫ് ബ്രീച്ച് ഓഫ് റൂൾസ് ആർ പറയട്ടോ. ഇതുവരെ എന്താണ് നമ്മൾ പറഞ്ഞത്, നമ്മൾ എന്തൊക്കെയാണ് ഗ്രൂപ്പ് ഡിസ്കഷനിൽ പാലിക്കേണ്ട നിയമങ്ങളെന്നാണ്. ഇനി എന്തൊക്കെയാണ് നിയമലംഘനങ്ങൾ? ഒരു ഗ്രൂപ്പ് ഡിസ്കഷൻ നടത്തുമ്പോൾ എന്തൊക്കെയാണ് അതിൽ വരുന്ന ലംഘനങ്ങൾ? ഓക്കെ, അതിൽ ഫസ്റ്റ് വൺ എന്താണ്? ഇൻറ്ററപ്റ്റിംഗ് ദ സ്പീക്കർ ഓർ നോട്ട് അലോയിങ് ദ സ്പീക്കർ ടു കംപ്ലീറ്റ് ഹിസ് ഹെർ കോൺട്രിബ്യൂഷൻ. ഒരു സ്പീക്കർ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ നമ്മൾ അതിൻ്റെ ഇടയിൽ കയറി അവരെ തടസ്സപ്പെടുത്തുക, അല്ലെങ്കിൽ ആ സ്പീക്കറിന് പറയാനുള്ളത് അവരെ കൊണ്ട് നമ്മൾ പറയാൻ സമ്മതിക്കാതിരിക്കുക. അവർക്ക് പറയാനുള്ള അവരുടെ കാഴ്ചപ്പാടിനെ നമ്മൾ പറയുന്നതിൽ നിന്നും അവരെ തടസ്സപ്പെടുത്തുക. ഓക്കെ, ഇതാണ് ഫസ്റ്റ് പോയിന്റ്. അത് എന്താണ്? ഗ്രൂപ്പ് ഡിസ്കഷൻ്റെ നിയമത്തിൽ നിന്ന് നിയമലംഘനമാണ്. സെക്കൻഡ് വൺ എന്താണ്? ഷൗട്ടിങ് ഡൗൺ പീപ്പിൾ ഹൂസ് വ്യൂസ് വൺ ഡസ് നോട്ട് ലൈക്ക്. നമുക്ക് മറ്റൊരാളുടെ കാഴ്ചപ്പാട് ഇഷ്ടപ്പെട്ടിട്ടില്ലെങ്കിൽ അവർക്കെതിരെ നമ്മൾ ഷൗട്ട് ചെയ്യുക. ഓക്കെ, റെഫ്യൂസിങ് ടു ലിസൺ ടു റീസൺ ആൻഡ് ഓർ എവിഡൻസ്. നമുക്ക് എന്താണ്? നമുക്ക് താല്പര്യമില്ലാത്ത കാര്യം, ചുരുക്കി പറയാൻ നമുക്ക് താല്പര്യമില്ലാത്തൊരു കാര്യമാണ് നമ്മൾ ശ്രദ്ധിക്കാതിരിക്കുക. അവിടെ എന്താണ് എന്നുള്ളത് നമുക്കത് നമ്മൾ ഉൾക്കൊള്ളാതിരിക്കുക. എന്നുവെച്ചാൽ കറക്റ്റ് തെളിവും ഇതൊക്കെ ഉണ്ടെങ്കിൽ പോലും നമ്മളത് ഉൾക്കൊള്ളാതിരിക്കുക. ഡോഗമാറ്റിക് ഇൻ വൺസ് ഓൺ ഒപ്പീനിയൻ ഈവൻ ഇൻ ദ ഫേസ് ഓഫ് എവിഡൻസ് ടു ദ കോൺട്രറി. വെച്ചാൽ എന്താണെന്ന് വെച്ചാൽ ശരിക്കും അതിന് കറക്റ്റായ തെളിവുണ്ടെങ്കിൽ പോലും നമ്മളത് ആ ഒരു കാര്യം അംഗീകരിക്കാൻ കൂട്ടാക്കാതിരിക്കുക. ഒരു ഗ്രൂപ്പ് ഡിസ്കഷനിൽ കറക്റ്റായിട്ടുള്ള എവിഡൻസ് ഒക്കെ ഉണ്ടായിട്ടൊരു കാര്യം അവതരിപ്പിച്ചാൽ നമ്മളത് എന്ത് ചെയ്യുക? അത് അപ്പോഴും ഒപ്പോസ് ചെയ്യുക. അത് നമ്മൾ ഉൾക്കൊള്ളുന്നില്ല, അത് നമ്മൾ എന്ത് ചെയ്യുക? ഒപ്പോസ് ചെയ്യുക. ഇതൊക്കെ എന്താണ്? ഗ്രൂപ്പ് ഡിസ്കഷൻ്റെ വയലേറ്റാണ്. അവിടുത്തെ ആ റൂൾസൊക്കെ വയലേറ്റ് ചെയ്യുന്ന കാര്യങ്ങളാണ്. ഓക്കെ, ഇനി അഗ്രീയിങ് ടു എ പോയിന്റ് വിത്തൗട്ട് ബിലീവിങ് ഇൻ ഇറ്റ് ഓർ അണ്ടർ ഡ്യൂറേസ് ഓർ ചിലപ്പോൾ എന്താ വെച്ചാൽ ചില പോയിൻറ്റ്സ് അല്ലെങ്കിൽ ചില സ്റ്റേറ്റ്മെൻറ്റ്സ് നമ്മൾ ചിലപ്പോൾ ത്രിട്ടൺ ചെയ്ത് വെച്ചാൽ ഓർഗനൈസേഷനിൽ വല്ല ഡിസ്കഷൻ നടത്തുകയാണെന്ന് കരുതുക. ക്ലാസ് റൂമിലൊന്നും സ്വാഭാവികം അങ്ങനെ ഉണ്ടാവാറില്ല. എന്താണ് വല്ല ഓർഗനൈസേഷൻ കുറച്ച് ഹൈ ലെവൽ ഓർഗനൈസേഷനിലൊക്കെ മീറ്റിങ്സൊക്കെ സംഘടിപ്പിക്കുമ്പോൾ ത്രിട്ട് ചെയ്താണ് ഭീഷണിപ്പെടുത്തിയിട്ടൊക്കെ ചില സ്റ്റേറ്റ്മെൻറ്റ്സിനെ അവർ സമ്മതിപ്പിക്കും. ആ ഒരു മെമ്പേഴ്സിനെ എന്ത് ചെയ്യും? സമ്മതിപ്പിക്കും. അങ്ങനത്തെയൊക്കെ ഒരു അവസ്ഥ എന്ന് പറയുന്നത് ഗ്രൂപ്പ് ഡിസ്കഷനിൽ എന്താണ്? ചെയ്യാൻ പാടില്ലാത്തവയാണ്. ഓക്കെ, this does not mean that you cannot interrupt someone. You can do so at the appropriate moment and without causing offense. നമുക്ക് വേണമെങ്കിൽ ഒരാളെ തടസ്സപ്പെടുത്തുകയൊക്കെ ചെയ്യാം. എങ്ങനെയാണ്? അത് അതിൻ്റെതായ ഒരു ഉചിതമായ ഒരു നിമിഷത്തിലായിരിക്കണം. അതുപോലെ തന്നെ കുറ്റകൃത്യങ്ങൾ വരാത്തതുമായ രൂപത്തിലൊക്കെ ആയിരിക്കണം അത് ചെയ്യേണ്ടത്. ഇത്രയും കാര്യങ്ങൾ എന്താണ്? അപ്പോൾ ഗ്രൂപ്പ് ഡിസ്കഷൻ്റെ എന്തൊക്കെ പറഞ്ഞു? ഗ്രൂപ്പ് ഡിസ്കഷൻ്റെ പോയിൻറ്റ്സ് എന്തൊക്കെയാണ്? ഗ്രൂപ്പ് ഡിസ്കഷനിൽ ഉള്ള പോയിൻറ്റ്സ് അല്ലെങ്കിൽ എന്താണ് സൂക്ഷിക്കേണ്ട? ഒരു ഗ്രൂപ്പ് ഡിസ്കഷൻ നടത്തുമ്പോൾ നമ്മൾ പാലിക്കേണ്ട മര്യാദകൾ എന്തൊക്കെയാണ്? അതുപോലെ തന്നെ അതെങ്ങനെയാണ് ആ മര്യാദകൾ ചെയ്യാൻ നിയമലംഘനങ്ങൾ അല്ലെങ്കിൽ ആ ഗ്രൂപ്പ് ഡിസ്കഷനിൽ നമ്മൾ ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങൾ എന്തൊക്കെയാണെന്നൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തു കഴിഞ്ഞു. ഓക്കെ, ഇനി നമുക്ക് ഈ ചെക്ക് യുവർ പ്രോഗ്രസ് 1 ജസ്റ്റ് ഒന്ന് നോക്കാം അല്ലേ. റീഡ് ദ ടെക്സ്റ്റ് വൺസ് അഗെയിൻ എ ബിറ്റ് സ്ലോലി ദിസ് ടൈം ആൻഡ് അറ്റംപ്റ്റ് ദ ഫോളോയിങ്. നമ്മൾ ടെക്സ്റ്റ് വായിക്കുന്നുണ്ടോ? ഞാൻ പറയാം, പിന്നെ മറന്നുപോയതാണ്. നിങ്ങൾ എന്തായാലും ടെക്സ്റ്റ് വായിച്ചിരിക്കണേ. ഗ്രൂപ്പ് ഡിസ്കഷൻ്റെ ഈ ചാപ്റ്റർ നിങ്ങളൊന്ന് വായിച്ച് നോക്കണേ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? ആർ ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ്സ് ട്രൂ ഓർ ഫാൾസ് അക്കോർഡിംഗ് ടു ദ ടെക്സ്റ്റ്? ജസ്റ്റ് നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ്. ഇത് ട്രൂ ഓർ ഫാൾസ് ക്വസ്റ്റ്യൻ ആണ്. You must not question what the manager says in group discussion. You must not question. നമ്മൾ ആദ്യം പറഞ്ഞില്ലേ, നമുക്ക് എന്താണ് ഗ്രൂപ്പ് ഡിസ്കഷൻ നടത്തുമ്പോൾ അവിടെ മാനേജർ എന്നുള്ള അവർക്ക് അവരെ ചോദ്യം ചെയ്യാൻ പാടില്ല, അങ്ങനെയൊന്നുമില്ല. അവർക്ക് അവരുടെ അഭിപ്രായങ്ങൾ പറയാം, മെമ്പേഴ്സിൻ്റെ അഭിപ്രായങ്ങൾ പറയാം.
ഒരു ഇതിൽ മാനേജറാണല്ലോ എന്ന് വിചാരിച്ച് നമുക്ക് കുറച്ച് പൊളൈറ്റ്നെസ്, നമ്മുടെ സംസാരത്തിൽ പൊളൈറ്റ്നെസ് കൊടുക്കാം. പക്ഷേ നമ്മൾ അവർ പറയുന്നത് എന്താണ് നമുക്ക് ഒപ്പോസ് ചെയ്യാം, അതുപോലെ തന്നെ ക്വസ്റ്റ്യൻ ചെയ്യാം, ഒക്കെ ചെയ്യാം അല്ലേ. മാനേജർ ആൾസോ എ മെമ്പർ ഓഫ് ദിസ് ഗ്രൂപ്പ് ഡിസ്കഷൻ. അവിടെ ഒരു എന്താണ് ഇനിക്വാളിറ്റി ഇല്ല, ഒക്കെ എന്താണ് ഈക്വാളിറ്റിയേ ഉള്ളൂ. മെമ്പേഴ്സ് അവിടെ ആകുമ്പോൾ ഗ്രൂപ്പ് ഡിസ്കഷനിലാകുമ്പോൾ അവിടെയുള്ളവരെല്ലാവരും എന്താണ് മെമ്പേഴ്സാണ്. ഓക്കെ, അപ്പോൾ എന്താണ് ആ സ്റ്റേറ്റ്മെൻറ്റ് ഫോൾസ് ആണ്. അതിൻ്റെ ആൻസർ പേജ് നമ്പർ 34 കേട്ടോ. ചെക്ക് യുവർ പ്രോഗ്രസ്. അതിൻ്റെ ആൻസർ വരുന്ന പേജ് ഒറ്റ മിനിറ്റ് നോക്കട്ടെ കേട്ടോ. പേജ് നമ്പർ 52 ഫാൾസ് ആണ്. യു മസ്റ്റ് ക്വസ്റ്റ്യൻ ബട്ട് യൂസിങ് ലാംഗ്വേജ് പൊളൈറ്റ്ലി ആൻഡ് സ്കിൽഫുള്ളി. അപ്പോൾ അത്രയേ ഉള്ളൂ. ഇനി സെക്കൻഡ് വണ്ണ് ഓൾ ഗ്രൂപ്പ് ഡിസ്കഷൻ മെമ്പേഴ്സ് ജൂനിയേഴ്സ് ആൻഡ് സീനിയേഴ്സ് ആർ ട്രീറ്റഡ് ഈക്വൽ. അത് നമുക്കറിയാം, നമ്മൾ കുറേ നേരം ഡിസ്കസ് ചെയ്യുന്നത് എല്ലാവരും ഗ്രൂപ്പ് ഡിസ്കഷനിലുള്ള എല്ലാവരും എന്താണ്, അത് ജൂനിയർ ആവട്ടെ സീനിയർ ആവട്ടെ മാനേജർ ആവട്ടെ ആരും തന്നെ ആവട്ടെ, അവരെല്ലാം എന്താണ് ട്രീറ്റഡ് ആസ് എ ഈക്വൽ മെമ്പേഴ്സ് ഇൻ ഗ്രൂപ്പ് ഡിസ്കഷൻ. ഓക്കെ, ദെൻ തേർഡ് വൺ എന്താ പറയുന്നത്, ഇൻ ഗ്രൂപ്പ് ഡിസ്കഷൻ ഇറ്റ് ഈസ് ബെറ്റർ നോട്ട് ടു സേ എനിത്തിങ് ദാറ്റ് മേ ഒഫൻഡ് ദ മാനേജ്മെൻറ്റ്. അതും ഫോൾസ് ആണ്. എന്താണ് കാര്യം, നമുക്ക് ഗ്രൂപ്പ് ഡിസ്കഷനിൽ നമ്മുടെ അഭിപ്രായങ്ങൾ പറയാനുള്ള സ്വാതന്ത്ര്യമുണ്ട് അല്ലേ. ഓക്കെ, അപ്പോൾ അത് യു മസ്റ്റ് സേ വാട്ട് യു ഫീൽ ഈസ് ട്രൂ ബട്ട് യൂസ് യുവർ ലാംഗ്വേജ് സ്കിൽഫുള്ളി ടു സൗണ്ട് പൊളൈറ്റ് ആൻഡ് ഇൻഒഫെൻസീവ്. നമ്മുടെ അഭിപ്രായങ്ങൾ, നമുക്ക് സത്യമെന്ന് തോന്നുന്ന അഭിപ്രായങ്ങൾ നമുക്ക് ഷെയർ ചെയ്യാം. അതെന്താണ് മോശമാവരുത്, പറയുന്നത് എന്താണ് മോശമായ കാര്യങ്ങളാവരുത് എന്നേ ഉള്ളൂ. നമുക്ക് സത്യം എന്നുള്ളത് നമുക്ക് പറയാം. You should stick to your point of view even if you feel that you are wrong. അതും ഫോൾസ് ആണ്. നമുക്ക് എന്താണ് ഈ പറഞ്ഞ തന്നെയാണ് അതിൻ്റെ ഡെഫിനിഷൻ വരുന്നത്. എന്താണ് നമുക്ക് ഫ്ലെക്സിബിൾ ആണ്. യു മസ്റ്റ് ബി ഫ്ലെക്സിബിൾ ആൻഡ് ചേഞ്ച് യുവർ വ്യൂസ്. എന്ന് വെച്ചാൽ മറ്റുള്ളവരുടെ അഭിപ്രായങ്ങൾ, നമ്മളുടെ അഭിപ്രായം തെറ്റാണ് എന്നുണ്ടെങ്കിൽ നമ്മൾ മറ്റുള്ളവരുടെ അഭിപ്രായങ്ങൾ ശരിയാണെങ്കിൽ അത് നമ്മൾ തീർച്ചയായും അത് അംഗീകരിക്കണം. അല്ല ഞാൻ പറയുന്നത് തന്നെയാണ് ശരി, എൻ്റെ കാഴ്ചപ്പാടുകൾ മാത്രമാണ് ശരി എന്ന് പറഞ്ഞ് ഗ്രൂപ്പ് ഡിസ്കഷനിൽ ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റില്ല. മെമ്പേഴ്സ് എന്താണ് അങ്ങനെ ചെയ്യാൻ പാടില്ല. ഓക്കെ, ഇപ്പം ഫ്ലെക്സിബിൾ ആയിരിക്കണം. നെക്സ്റ്റ് എന്താണ്, ഇൻ ഗ്രൂപ്പ് ഡിസ്കഷൻ ദർ ഈസ് ഓൺലി വൺ ടോപ്പിക് ഫോർ ഡിസ്കഷൻ. ദാറ്റ് ഈസ് ട്രൂ, വി നോ അല്ലേ, നമുക്കറിയാം അത് ട്രൂ ആണ്. ഒരു ഗ്രൂപ്പ് ഡിസ്കഷനിൽ ഒരു ടോപ്പിക്കേ പാടുള്ളൂ. ഇനി നെക്സ്റ്റ് പറയുന്നത് എന്താണ്, ആർ ദ ഫോളോയിങ് ടോപ്പിക്സ് സ്യൂട്ടബിൾ ഫോർ ഗ്രൂപ്പ് ഡിസ്കഷൻ. ഒരു ഗ്രൂപ്പ് ഡിസ്കഷന് താഴെ തന്നിട്ടുള്ള ടോപ്പിക്സ് ഒക്കെ സ്യൂട്ടബിൾ ആണോ, ആണെങ്കിൽ എങ്ങനെയാ, അല്ലെങ്കിൽ എന്താ എന്നൊക്കെയാണ് ചോദ്യം വരുന്നത്. ഹയർ എഡ്യൂക്കേഷനെ കുറിച്ചിട്ട് ഗ്രൂപ്പ് ഡിസ്കഷൻ നടത്താൻ പറ്റുമോ? ഹയർ എഡ്യൂക്കേഷൻ അത്ര നല്ലൊരു ടോപ്പിക്കല്ല. കാരണം എന്താണ്, ഈ ഹയർ എഡ്യൂക്കേഷനൊക്കെ എന്താണ് ആദ്യമേ അതിനൊക്കെ ഫിക്സ്ഡ് ആയിട്ടുള്ള കാര്യങ്ങളുണ്ട് അല്ലേ. അതിൻ്റേതായ ആ ഒരു ഓർഗനൈസേഷൻസ് അല്ലെങ്കിൽ അതിൻ്റേതായ ടീം ആദ്യമേ അതിനൊക്കെ എന്തുണ്ടാക്കിയിട്ടുണ്ട്, അതിൻ്റേതായ റൂൾസും റെഗുലേഷൻസും. ഒരു ഹയർ എഡ്യൂക്കേഷനെ അതൊരു വൈഡ് ടോപ്പിക്കല്ല, നമുക്ക് എന്തെങ്കിലുമൊക്കെ പറയാൻ പറ്റുന്ന ഒരു ടോപ്പിക്കല്ല. അതിൻ്റേതായ റൂൾസും ആൻഡ് റെഗുലേഷൻസ് ഉണ്ട് ഹയർ എഡ്യൂക്കേഷൻ്റെ കാര്യത്തിലൊക്കെ. ഓക്കെ, ടെക്സ്റ്റിൽ എന്താ നൽകിയിട്ടുള്ളതെന്നൊന്ന് ജസ്റ്റ് നോക്കട്ടെ കേട്ടോ. ഹയർ എഡ്യൂക്കേഷൻ എ ടോപ്പിക് ഫ്രെയിംഡ് ആൻഡ് വർക്ക്ഡ് ലൈക്ക് ദിസ് ഈസ് എ ബോർഡ് ആൻഡ് വാല്യൂ ആൻഡ് ഹാൻസ് നോട്ട് സൂട്ടബിൾ ഫോർ ഗ്രൂപ്പ് ഡിസ്കഷൻ. പക്ഷേ അതിൻ്റേതായ ബോർഡ് ഉണ്ട്, അതിൻ്റേതായ റൂൾസ് ഉണ്ട്. അതുകൊണ്ടാണ് ഹയർ എഡ്യൂക്കേഷൻ നമുക്ക് എന്തായിട്ട് എടുക്കാൻ പാടില്ലാത്തത്, ഗ്രൂപ്പ് ഡിസ്കഷന് എടുക്കാൻ പാടില്ലാത്തത്. പിന്നെ ഷുഡ് വി ഡെവലപ്പ് റൂറൽ ഓർ അർബൻ ഏരിയാസ് ഇൻ ഇന്ത്യ, അതും നടക്കില്ല. കാരണം എന്താണ്, ഐദർ ഓർ എന്നുള്ള ഒരു ക്വസ്റ്റ്യൻ അവിടെ വരുന്നത് കൊണ്ട് എന്താണ് അതും നോട്ട് സ്യൂട്ടബിൾ ഫോർ ഗ്രൂപ്പ് ഡിസ്കഷൻ. പിന്നെ അവിടെ രണ്ട് ടോപ്പിക് വന്നു അല്ലേ. കാരണം എന്താണ്, റൂറലിൻ്റെ ആണോ അർബൻ്റെയോ ഒക്കെ പറ്റി എന്നുള്ള രൂപത്തിൽ രണ്ട് ഇത് വന്നു, ഐദർ ഓർ. നമ്മൾ ആദ്യമേ പറഞ്ഞു എന്താണ് ഒരു ടോപ്പിക്ക് ഗ്രൂപ്പ് ഡിസ്കഷന് പാടുള്ളൂ. ടൂറിസത്തിനെ കുറിച്ച് പറയാൻ പറ്റുമോ, നമുക്ക് ടോപ്പിക് ചെയ്യാൻ പറ്റും, അതും സ്യൂട്ടബിൾ അല്ല. കാരണം എന്താണ്, ടൂറിസം ഒരു വൺ വേർഡാണ്. ഓക്കെ, അതുപോലെ തന്നെ അത് ഏത് മേഖലയെക്കുറിച്ച് എവിടെ തൊട്ട് എവിടെ അവസാനിപ്പിക്കണം എന്നറിയാത്തൊരു മേഖല കൂടിയാണ്. ഓക്കെ, പിന്നെ നെക്സ്റ്റ് എന്ന് പറയുന്നത് ഹൗ ക്യാൻ ഇന്ത്യ ബിക്കം സെൽഫ് സഫിഷ്യൻറ്റ് ഇൻ എനർജി റിസോഴ്സ്. ഇത് പറയുന്നത് നല്ലൊരു സ്യൂട്ടബിൾ ആയിട്ടുള്ളൊരു ടോപ്പിക്കാണ്, ഗ്രൂപ്പ് ഡിസ്കഷൻ നടത്താൻ പറ്റുന്ന നല്ലൊരു ടോപ്പിക്കാണ്. ഫിഫ്ത്ത് വൺ എന്ന് പറയുന്നത് റിസർച്ച് ഇൻ ഹെൽത്ത് ഇഷ്യൂസ് ഷുഡ് ബി ലെഫ്റ്റ് ടു ദ പ്രൈവറ്റ് സെക്ടർ. ഇത് പറ്റില്ല. ഇത് നമുക്ക് എന്താണ് ഗ്രൂപ്പ് ഡിസ്കഷൻ നടത്താൻ പറ്റില്ല. ഇതെന്താണ് ഒരു ഡിബേറ്റിൻ്റെ ഒരു ടോപ്പിക്കാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ ഈ ഒരു വീഡിയോ നമുക്ക് ഇത്രയും മതി കേട്ടോ. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്.